ഡിഗ്രിക്ക് ശേഷം ഇന്ത്യയിലെ ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ അതുപോലെയുള്ള പ്രീമിയം ക്യാമ്പസിലോ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രിക്ക് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ നല്ല ഒരു ക്യാമ്പസിൽ പഠിക്കുക, നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ ഏത് കോഴ്സ് പഠിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണല്ലോ എവിടെയാണ് പഠിക്കുന്നത് എന്നുള്ളതും. അപ്പൊ നിങ്ങൾക്ക് ഡിഗ്രിക്ക് ശേഷം ഇന്ത്യയിലെ ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. CUET PG കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് 2026 PG CUET PG എക്സാമിനേഷനിലുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞു. ആപ്ലിക്കേഷൻ എല്ലാം ഓപ്പൺ ആണ്. അതിന്റെ ഒരു കംപ്ലീറ്റ് റോഡ് മാപ്പ്, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ CUET PGയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, അതിന്റെ മുഴുവൻ കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുമെന്ന് സൂചിപ്പിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുക, എന്തൊക്കെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകതകൾ, എന്തുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, എന്താണ് അതിന്റെ ക്രൈറ്റീരിയകൾ, എക്സാമിനേഷൻ ഏത് സ്വഭാവത്തിലാണ് ഉണ്ടാവുക തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എക്സാമിനേഷൻ CUET PG എന്ന് പറയുന്നത്? അതായത് ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും അതുപോലെയുള്ള മറ്റ് പ്രീമിയം ക്യാമ്പസുകളിലേക്കും ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കും ഗവൺമെന്റ് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥാപനങ്ങളിലേക്കും നടത്തുന്ന ഒറ്റ എക്സാമിനേഷൻ ആണ് വൺ എക്സാം മെനി ഓപ്പർച്യൂണിറ്റീസ്. ഈ ഒരൊറ്റ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് യൂണിവേഴ്സിറ്റികളിലേക്ക് നിങ്ങൾക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ അനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. നാഷണൽ ലെവൽ എക്സാമിനേഷൻ ആണ് ഇത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക എൻട്രൻസ് എക്സാമിനേഷനും കണ്ടക്ട് ചെയ്യുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് എക്സാമിനേഷൻ നടത്തുന്നത്. ഇത് 40-ലധികം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, മറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥാപനങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾക്ക് ഒറ്റ പരീക്ഷ വഴിയാണ് അഡ്മിഷൻ പ്രോസസ് നടക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ വരുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ, അതിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെയാണ് പരിശോധിക്കുന്നത്. ഓരോ വർഷവും 2023 ഏകദേശം 4.59 ലക്ഷം ആളുകളാണ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തത്. 2024 വരുമ്പോൾ 4.62 എന്നുള്ള സ്വഭാവത്തിലേക്ക് അത് വർദ്ധിച്ചു. 2025 വരുന്ന സമയത്ത് അത് 6.54 ലക്ഷം കുട്ടികളിലേക്ക് വർദ്ധിച്ചു. ഇനി 2026 വരുന്ന സമയത്ത് അത് എത്ര ഉയരും എന്നുള്ള കാര്യം പ്രധാനമായിട്ട് നമ്മൾ പരിശോധിക്കണം. അതപ്പോൾ എല്ലാ വർഷവും കോമ്പറ്റീഷൻ വർദ്ധിക്കുന്ന, കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ കൂടിയായിട്ട് CUET PG മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ, അതിൽ പറയുന്ന ടോപ്പ് യൂണിവേഴ്സിറ്റികൾ, ഡൽഹി യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ തന്നെ ടോപ്പ് ക്യാമ്പസുകളുള്ള യൂണിവേഴ്സിറ്റികളാണ്. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹി തന്നെയുള്ള യൂണിവേഴ്സിറ്റിയാണ്. ജാമിയ മില്ലിയ ഇസ്ലാമിയ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ്, നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് പഠനത്തിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ദ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി, ദ ഇന്ദിരാഗാന്ധി ട്രൈബൽ യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്, അതുപോലെയുള്ള യൂണിവേഴ്സിറ്റികൾ. കേരളത്തിലാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയും ഈവൻ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയും ഈ CUET PG അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ, നിങ്ങളെ പഠിപ്പിക്കുന്ന ടോപ്പ് ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ടോപ്പ് മോസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, നിങ്ങൾക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഉണ്ടാവുകയില്ല, അത്രയ്ക്കും നിങ്ങൾക്ക് എക്സ്പോഷർ കിട്ടും. അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ ആയിരിക്കും. ടോപ്പ് റാങ്കിങ്, അതായത് നിങ്ങൾക്ക് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളെ റാങ്കിങ് നിശ്ചയിക്കുന്ന അതോറിറ്റി ആയിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റാങ്കിങ് ഫ്രെയിംവർക്ക് അനുസരിച്ച് ഏറ്റവും ടോപ്പ് റാങ്കിങ്ങിൽ നിൽക്കുന്ന ക്യാമ്പസുകളിൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, അൺപാരലൽഡ് ആയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, നല്ല ക്യാമ്പസുകൾ, നല്ല ഏക്കർ കണക്കിന് വിശാലമായി കിടക്കുന്ന ക്യാമ്പസുകൾ, അതുപോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള ലൈബ്രറി സംവിധാനം, അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള ക്ലാസ് റൂം അന്തരീക്ഷം, നിങ്ങൾക്ക് നല്ല ഇന്റർനെറ്റ് ഫെസിലിറ്റി, നല്ല ലൈബ്രറി, റീഡിംഗ് റൂം ഫെസിലിറ്റി, നല്ല ഓഡിറ്റോറിയം, നല്ല സ്ട്രക്ചറുകൾ, നല്ല ബിൽഡിംഗ് സ്ട്രക്ചറുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അക്കാഡമിക്കലി ആണെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആണെങ്കിലും നിങ്ങൾക്ക് സ്പോർട്സ്, ആർട്സ്, യോഗ, അതുപോലെ തന്നെ ജിംനേഷ്യം തുടങ്ങിയിട്ടൊക്കെയുള്ള എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ള യൂണിവേഴ്സിറ്റികളാണ് ഇന്ത്യയിലുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ അകത്തും നിങ്ങൾക്ക് പുറത്തേക്കും വിദേശത്തേക്കൊക്കെ പോകാൻ ആവശ്യമായിട്ടുള്ള സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്വഭാവത്തിലുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ
വ്യത്യസ്തമായിട്ടുള്ള ലേണിംഗ് എൻവയോൺമെന്റ്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളോടൊപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് ലോകത്തിലുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അധ്യാപകർ നിങ്ങളെ പഠിപ്പിക്കാനുണ്ടാവും. അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ലേണിംഗ് അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ടോടുകൂടി പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് CUT PG കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു മെച്ചം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ അവസരം ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്താൻ വേണ്ടി പാടില്ല. അതിനൊരു ടൈം ലൈൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ 2026 അഡ്മിഷൻ പ്രോസസ്സ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഈ വർഷം 2026 ഡിഗ്രി കംപ്ലീറ്റ് ആവാൻ പോകുന്ന ആളുകൾ, നേരത്തെ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. എന്ത് അപ്ലിക്കേഷൻ പ്രോസസ്സ് വിളിച്ചിട്ടുണ്ട്. കറക്ഷൻ വിൻഡോ ജനുവരിയിലാണുള്ളത്. സിറ്റി ഡിമെഷൻ സ്ലിപ്പ് അത് കഴിഞ്ഞ ശേഷം വരുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് എക്സാമിനേഷനിൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എൻട്രൻസ് എക്സാമിനേഷൻ മാർച്ച് മാസത്തിൽ നടക്കുന്നതായിരിക്കും. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് എക്സാമിനേഷൻ ആൻസർ കീ പബ്ലിഷ് ചെയ്യും. ആൻസർ കീ ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പിന്നീട് ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ റിസൾട്ട് കാർഡ് കിട്ടും. ഈ റിസൾട്ട് കാർഡ് കിട്ടുന്നത് വരെയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ റോൾ ഉള്ളത്. അതിനുശേഷം ഓരോരോ യൂണിവേഴ്സിറ്റികൾ അവരുടെ അപ്ലിക്കേഷൻ ഫോം വിളിക്കും. അങ്ങനെ അപ്ലിക്കേഷൻ ഫോം വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡ്രീം യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനുള്ള അവസരം ഉണ്ടാവും എന്നതാണ്. ഇനി 2026 എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. അതേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ ഇതുവരെ അപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് exams.nta.nic.in എന്നുള്ള വെബ്സൈറ്റിൽ കയറി നോക്കാം. അപ്ലിക്കേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്, ഈച്ച് പ്രോസസ് എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. 2026 മാർച്ച് മാസത്തിലാണ്, ഫസ്റ്റ് വീക്കിലാണ് എക്സാമിനേഷൻ നടക്കുന്നത്, എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റേജ് ഒക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങേണ്ടതാണ് എന്നുള്ളതാണ്. ഇനി എക്സാമിനേഷന്റെ ഒരു മോഡ് എന്താണ്? കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. കംപ്ലീറ്റ്ലി CBT മോഡൽ എക്സാമിനേഷൻ ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. നിങ്ങൾക്ക് 2 മീഡിയം ഓഫ് ലാംഗ്വേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഡൊമൈൻ നോളജ്, നിങ്ങൾക്ക് സബ്ജക്ട് ഡൊമൈൻ നോളജിൽ തന്നെയുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉണ്ടാവുക എന്നതാണ്. എക്സാമിനേഷന്റെ മാക്സിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ്സ് ആണ്. ഒരു പേപ്പറിന് 1.5 hours. മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 300 മാർക്കാണ് കിട്ടുക. അതായത് നിങ്ങൾക്ക് 75 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഒരു ചോദ്യം ശരിയായാൽ ഉത്തരം ശരിയായാൽ 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഇങ്ങനെ മാക്സിമം നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടുകയാണെങ്കിൽ 75 × 4 300 മാർക്കിനാണ് ഒരു പേപ്പർ ഉണ്ടാവുക എന്നതാണ്. നോ റെസ്പോൺസ് നിങ്ങൾക്ക് മാർക്കൊന്നും കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു എക്സാമിനേഷൻ്റെ ഒരു പാറ്റേണും ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. യെസ് അടുത്ത സ്ലൈഡിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ടോപ്പ് സ്കോർ 2024 ടോപ്പ് സ്കോർ ഏതാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് കഴിഞ്ഞ വർഷം 2024 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിന് മുമ്പത്തെ വർഷമാണ്. 2025 സ്കോർ പബ്ലിഷ് ചെയ്തിട്ടില്ല. 2024 ഒഫീഷ്യലി പബ്ലിഷ് ചെയ്ത സ്കോർ പ്രകാരം 300-ൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ജനറൽ LLBക്ക് നിങ്ങൾക്ക് COQP 11 എന്നുള്ള പേപ്പർ കോഡാണ് 285 ആയിരുന്നു ടോപ്പ് സ്കോർ. അതായത് 15 മാർക്ക് മാത്രമാണ് ഒരാൾക്ക് നഷ്ടപ്പെട്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 300-ൽ 300 മാർക്ക് കിട്ടിയ ആളുണ്ട്. സൈക്കോളജിയിൽ 300 മാർക്ക് കിട്ടിയ ആളുണ്ടായിട്ടുണ്ട്. 295-ഉം 250-ഉം 225-ഉം ഒക്കെ. അപ്പോൾ ഓരോരോ സബ്ജക്റ്റിനനുസരിച്ചും സ്കോർ ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. ഓരോ സബ്ജക്റ്റിനും പേപ്പർ കോഡുകളാണുള്ളത്. ഈ പേപ്പർ കോഡാണ് നിങ്ങൾ എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ MBA ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ COQP 12 എന്നുള്ള പേപ്പർ ആയിരിക്കും എഴുതേണ്ടി വരിക. അതിന്റെ സിലബസ് അനുസരിച്ചായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടി വരിക. നിങ്ങൾ സൈക്കോളജി ആണ് നോക്കുന്നതെങ്കിൽ HUQP 20 എന്നുള്ള പേപ്പറായി നിങ്ങൾ എഴുതേണ്ടി വരിക. സോഷ്യൽ വർക്കാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ HUQP 21 ആയിരിക്കും. നിങ്ങൾക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെങ്കിൽ LAQP 01 ആണ്. അതിന്റെ സിലബസും സ്ട്രക്ചറും എല്ലാം കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത് കഴിഞ്ഞ വർഷത്തെയൊക്കെ ഓരോരോ സബ്ജക്റ്റിനും കിട്ടിയ ടോപ്പ് സ്കോർ ആണ്. അപ്പോൾ ഓരോ ഡിപ്പെൻഡ്സ് അപ്പോൺ സബ്ജക്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ബയോ ഇൻഫോർമാറ്റിക്സ് നോക്കുകയാണെങ്കിൽ മാക്സിമം ടോപ്പ് റാങ്ക് കിട്ടിയ ആൾക്ക് ടോപ്പ് മാർക്ക് 160 ആണ്. അപ്പോൾ എക്സാം ടഫ് ആകുമ്പോൾ അതനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 2026 കോഡും സ്ട്രക്ചറുകളൊക്കെയാണ്. ഇനി സിലബസ് നോക്കുകയാണെങ്കിൽ സിലബസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി പ്രിപ്പറേഷൻ ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം CUT PGയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സിലബസും മറ്റു കാര്യങ്ങളും കാണാം. കഴിഞ്ഞ ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2023, 2024, 2025 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ മെത്തേഡിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായിട്ട് നോക്കുക, വായിച്ച് മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ പാറ്റേൺ ക്രാക്ക് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് പേപ്പറാണോ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതിലെ ഈച്ച് ചാപ്റ്റേഴ്സ് അത് നിങ്ങൾ മാസ്റ്റർ ചെയ്യുക. അതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോ ലെസൺസ് നിങ്ങൾക്ക്
മെന്റർ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട്, അക്കാഡമിക് ആയിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആയിട്ടും അതുപോലെ തന്നെ ജനറൽ സ്വഭാവത്തിലൊക്കെ ഉള്ള പേപ്പറുകളാണെങ്കിൽ അതിലുള്ള മെറ്റീരിയൽസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു PDF ഫോർമാറ്റിലുള്ള നോട്ട്സും കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് റിപ്പീറ്റേഷന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ഒരു ചോദ്യം അതിന് 4 ഓപ്ഷൻ ഉണ്ടാവും. ആ 4 ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെ കമ്പ്യൂട്ടർ വഴി ടെസ്റ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് നോക്കേണ്ടതായിട്ട് വരും. അതിന് ഈ ഒരു ഇന്റർഫേസ് ആണ് ഉണ്ടാവുക. ഈ ഇന്റർഫേസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്റർഫേസിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് എത്ര ഉണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും. അത് ആൻസേർഡ് ആണോ, നോട്ട് ആൻസേർഡ് ആണോ, നോട്ട് വിസിറ്റഡ് ആണോ, മാർക്ക് ഫോർ റിവ്യൂ ആണോ, ആൻസേർഡ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ളത് കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഇന്റർഫേസ്. അതായത് സാധാരണഗതിയിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ CBT ലെവൽ എക്സാമിനേഷൻ എഴുതാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് പരിചയപ്പെടുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ ഇതേ ഫോർമാറ്റിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ എഴുതാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക, മാക്സിമം സോൾവ് ചെയ്യുക. ഇത്രത്തോളം നിങ്ങൾക്ക് അവൈലബിൾ ആണോ, അതിനുമായി ബന്ധപ്പെട്ട് സമാന സ്വഭാവത്തിലുള്ള സംഗതികൾ അവൈലബിൾ ആണോ, നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണോ, അതൊക്കെ നിങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ മെന്റേഴ്സിന്റെ എക്സ്പെർട്ട്, അതായത് നിങ്ങളുടെ ഒരു ജേർണി ഉദ്ദേശിക്കുന്ന ആ ജേർണിയിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് മെന്റർഷിപ്പിനുള്ള അവസരമുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ MA ഇംഗ്ലീഷ് ആണ് പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ MA ഇംഗ്ലീഷ് ഇഫ്ലൂൽ ചെയ്യുന്ന കഫറ്റീരിയ കോഴ്സ് ചെയ്യുന്ന ആളുമായിട്ട് നിങ്ങൾക്ക് സംവദിക്കാനും അവരോട് ചോദ്യങ്ങൾ ചോദിക്കാനും അവരെങ്ങനെയാണ് പ്രിപ്പറേഷൻ നടത്തിയിരുന്നത് എന്നുള്ളത് മെന്റർഷിപ്പ് നിങ്ങൾക്ക് കിട്ടാനുള്ള അവസരമുണ്ട്. അതാണ് മെന്റർഷിപ്പ് ബൈ എക്സ്പേർട്ട് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ച ആളുകളുമായിട്ട് ഇടപഴകാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തഡോളജിയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിലുള്ള മെത്തേഡ്, നിങ്ങൾക്ക് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി പൂൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഏത് സമയത്ത് നിങ്ങൾക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, നിങ്ങൾക്ക് ലൈവ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ടാവും, നിങ്ങൾക്ക് 1-to-1 മെന്റർഷിപ്പ് ഉണ്ടാവും. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ആവശ്യമുള്ളത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണോ വേണ്ടത്, നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആണോ വേണ്ടത്, നിങ്ങൾക്ക് നോട്ട്സ് ആണോ വേണ്ടത്, നിങ്ങൾക്ക് പ്രാക്ടീസ് ടെസ്റ്റുകളാണോ വേണ്ടത്, അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. 100-ലധികം പ്രാക്ടീസ് ടെസ്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ 15+ മോക്ക് ടെസ്റ്റുകൾ, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന് ഡിസ്കഷൻസും അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സ്, വൺസ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തത് മുതൽ നിങ്ങൾ എക്സാമിനേഷൻ എഴുതുന്നത് മുതൽ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പ്രോസസ്സ് വരെയുള്ള കംപ്ലീറ്റ് പ്രോസസ്സിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മെന്ററിന്റെ സപ്പോർട്ട് തേടാൻ വേണ്ടി സാധിക്കും. MPA, MSW, ഇംഗ്ലീഷ്, LLB, സൈക്കോളജി തുടങ്ങിയിട്ടുള്ള പ്രൈം കോഴ്സുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 10% വെൽക്കം ഓഫ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. താഴെ കൊടുത്തിരുന്ന നമ്പർ 7909228688 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് CUT-യുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് സൂചിപ്പിക്കാവുന്നതാണ്. CUT എക്സാമിനേഷൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.